നമസ്കാരം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അടുത്തയാഴ്ച തുടങ്ങാനിരിക്കുന്ന T20 പരമ്പരയിൽ വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിന്റെ കാര്യം സംശയത്തിൽ നിൽക്കവേ പകരം ആരാവും ഓപ്പണർ എന്നത് ചോദ്യമായി നിൽക്കുകയാണ്. കഴുത്തിനേറ്റ പരിക്കു കാരണം ഗിൽ വിശ്രമത്തിലാണ് എന്ന് പറയാം. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിന്റെ കാര്യത്തിലും ഇപ്പോഴും ആശങ്കയുള്ളത്. T20 ടീമിനെ പ്രഖ്യാപിക്കാൻ വൈകുന്നതും ഈ കാരണത്താലാണ് എന്ന് തന്നെ കൃത്യമായി പറയുന്നു. ജനുവരിയിൽ ന്യൂസിലാൻഡുമായുള്ള വൈറ്റ് ബോൾ പരമ്പരയിൽ മാത്രമേ ടീമിലേക്ക് തന്നെ ഗില്ല് മടങ്ങിയെത്താൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി പറയുന്നു. അങ്ങനെയെങ്കിൽ തന്നെ അഭിഷേക് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയായി ഒരാളെ കണ്ടെത്തേണ്ടതായി വരും എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഓപ്പണിംഗ് റോൾ മോഹിച്ച് മത്സരരംഗത്തുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായി പരിശോധിക്കേണ്ട കാര്യമാണ്. മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പർ ബാറ്ററുമായ സഞ്ജു സാംസണാണ് ഇന്ത്യൻ T20 ടീമിന്റെ ഓപ്പണിംഗ് റോൾ സ്വപ്നം കാണുന്ന ഒരാളെന്ന് പറയാം. കഴിഞ്ഞ T20 ലോകകപ്പിന് ശേഷം തുടർച്ചയായി 3 T20 പരമ്പരകളിൽ ഓപ്പണറായി കളിച്ചിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം. ബംഗ്ലാദേശ്, സൗത്ത് ആഫ്രിക്ക, ഇംഗ്ലണ്ട് എന്നിവർക്കെതിരെയായിരുന്നു ഇത് സംഭവിച്ചത്. ഇവരിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 2 സെഞ്ചുറികളും ബംഗ്ലാദേശിനെതിരെ 1 സെഞ്ചുറിയും തന്നെയാണ് അദ്ദേഹം അടിച്ചെടുക്കുകയും ചെയ്തത് എന്ന് പറയാം. സഞ്ജു അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് ജോഡി ഇതോടെ വലിയ വിജയവുമായി തീർന്നിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ശുഭ്മൻ ഗിൽ T20 ടീമിലേക്ക് തന്നെ തിരിച്ചു വിളിക്കപ്പെട്ടതോടെ സഞ്ജുവിന് 5ലേക്ക് മാറേണ്ടി വരികയും ചെയ്തുവെന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഓപ്പണറായി 17 T20കളാണ് സഞ്ജു ഇതിനോടകം കളിച്ചിട്ടുള്ളത്. 178.77 എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റോടെ 522 റൺസും അടിച്ചെടുത്തു. 3 സെഞ്ചുറികളും 1 50യും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ റെക്കോർഡ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഓപ്പണിംഗ് റോളിലേക്ക് അദ്ദേഹത്തെ ഫേവറേറ്റ് ആയി മാറ്റുന്നുമുണ്ടെന്ന് പറയണം. ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ കൂടിയായ ഋതുരാജ് ഗേക്വാദാണ് ഇന്ത്യൻ T20 ടീമിന്റെ ഓപ്പണിംഗ് റോളിനായി തന്നെ രംഗത്തുള്ള രണ്ടാമത്തെ താരം എന്നുകൂടി പറയാം. നിലവിൽ തന്നെ സൗത്ത് ആഫ്രിക്കയുമായുള്ള ഏകദിന പരമ്പരയിൽ അദ്ദേഹം ടീമിന്റെ ഭാഗമാണ്. ആദ്യ മത്സരത്തിൽ 4ാം നമ്പറിൽ ബാറ്റും ചെയ്തു. ഓപ്പണറായി T20യിൽ മികച്ച അനുഭവ സമ്പത്തുള്ള താരമാണ് ഋതുരാജ്. CSKയ്ക്ക് വേണ്ടിയും മഹാരാഷ്ട്രയ്ക്ക് വേണ്ടിയും എല്ലാം തന്നെ ഒരുപാട് മത്സരങ്ങളിൽ അദ്ദേഹം ഓപ്പൺ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. IPLൽ ആകെ കളിച്ച 70 മത്സരങ്ങളിൽ 60ലും ഓപ്പണറായാണ് ഋതുരാജ് ബാറ്റ് വീശിയിട്ടുള്ളത് എന്നുകൂടി കൂട്ടിച്ചേർക്കാം. 2289 റൺസാണ് ഓപ്പണറായ അദ്ദേഹത്തിന്റെ സമ്പാദ്യമായുള്ളത്. 136.9 സ്ട്രൈക്ക് റേറ്റോടെയാണിത്. 2 സെഞ്ചുറികളും 17 50+ സ്കോറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. യുവ ഇടം കയ്യൻ ബാറ്ററായ യശസ്വി ജയ്സ്വാളാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഓപ്പണറായി നറുക്കുവീണേക്കാവുന്ന 3ാമത്തെ താരം. അഭിഷേക് ശർമ്മ ഇന്ത്യൻ T20 ടീമിൽ ഓപ്പണറായി സീറ്റ് ഉറപ്പിക്കും മുൻപ് ഫസ്റ്റ് ചോയ്സ് ഓപ്പണറായിരുന്നു ജയ്സ്വാൾ. എന്നാൽ ദേശീയ ടീമിനൊപ്പമുള്ള റെഡ് ബോൾ മത്സരങ്ങളുടെ തിരക്കുകൾ കാരണം ചില T20 പരമ്പരകൾ നഷ്ടമായത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പകരം ടീമിലേക്ക് വന്ന അഭിഷേക് സ്ഫോടകാത്മക ബാറ്റിംഗിലൂടെ ടീമിലെ അഭിവാജ്യ ഘടകമായി മാറുകയും ചെയ്തു. ഇന്ത്യക്ക് വേണ്ടി 23 T20കളിൽ ജയ്സ്വാൾ ഇതിനോടകം ഓപ്പണറായി കളിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. 164.31 സ്ട്രൈക്ക് റേറ്റോടെ 726 റൺസും സ്കോർ ചെയ്തു. 1 സെഞ്ചുറിയും 5 50കളും അടക്കമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്.